പത്തനംതിട്ട കടമ്മനിട്ടയിൽ ലിഫ്റ്റിൽ തലകുടുങ്ങി വീട്ടുടമസ്ഥൻ മരിച്ചു. കല്ലേലിമുക്കിൽ മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ശാരീരിക പരിമിതിയുള്ള വ്യക്തിയാണ് വീടിന് പുറത്തുള്ള ലിഫ്റ്റിൽ കുടുങ്ങിയത്. കടമനിട്ട കല്ലേലിമുക്കിൽ ഈ കാണുന്ന വീട്ടിലാണ് ഇത്തരത്തിലൊരു ദാരുണ അപകടം ഇന്ന് ഉച്ചയോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. മാത്തുക്കുട്ടി 75 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹമാണ് ഈ മരണപ്പെട്ടത്. ഈ കാണുന്ന ലിഫ്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗം കുടുങ്ങുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് വീടിന് പുറത്തേക്ക് പോയ അദ്ദേഹം തിരിച്ച് ഈ വീട്ടിലേക്ക് വരാനായിട്ട് ഉപയോഗിച്ചതാണ്. ഈ താഴെ നമുക്ക് ഈ വീടും റോഡും കൂടെ കാണുമ്പോൾ റോഡ് താഴ്ഭാഗത്തും വീട് മുകൾ ഭാഗത്തുമാണ്. ഇദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളുണ്ട്, അസുഖങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇത്തരത്തിലൊരു ലിഫ്റ്റ് വീട്ടിൽ സ്ഥാപിച്ചത്. താഴെ നിന്നും വീടിനുള്ളിലേക്ക് കയറാനായിട്ട് അത്തരത്തിൽ പുറത്തു പോയി ഉച്ചയോടുകൂടി തിരിച്ചു വന്ന അദ്ദേഹം തിരിച്ച് മുകളിലേക്ക് കയറുന്ന സമയത്താണ് ഇതിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഈ കമ്പിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗം കുടുങ്ങുന്നത്. അത് കുടുങ്ങിയത് എത്തരത്തിലാണെന്നുള്ളതാണ്. അതായത് ഈ ലിഫ്റ്റിൽ കയറിയ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടാണോ, അദ്ദേഹത്തിന് പെട്ടെന്ന് ചാരി നിൽക്കുക എന്തെങ്കിലും ചെയ്തപ്പോൾ തല കുടുങ്ങിയതാവാം. എന്തായാലും ഫയർഫോഴ്സ് എത്തി ഈ ലിഫ്റ്റ് വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തല കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 മക്കളാണുള്ളത്. 2 പേരും വിദേശത്താണ്. 12 പുള്ളി താഴെ വണ്ടി ഇട്ടിട്ട് സ്റ്റെപ്പ് കയറി വരിക. അന്നേരം പുള്ളിയുടെ തല ഇതവത്തെ കുരുങ്ങി. അങ്ങനെ സംഭവിച്ച ഇത് വലുവിൻ്റെ അസുഖം പുള്ളിക്ക് മെയിൻ. സ്റ്റെപ്പ് കയറാൻ വയ്യാഞ്ഞിട്ട് പുള്ളി ഇത് ഉണ്ടാക്കിയതാണ്. അങ്ങനെ പറ്റിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു ദാരുണ അപകടം കടമനിട്ടയിൽ ഉണ്ടാകുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.